ആർമീസ്. അപ്പൊ ഇന്ന് ജങ്കുക്ക് കഷ്ടിച്ചൊരു 15 മിനിറ്റോളം നീണ്ടുന്ന വ്യൂവേഴ്സ് ലൈവ് വന്നിരുന്നു. ഇനി ലൈവ് വന്നത് ജങ്കുക്ക് ആണെങ്കിൽ പോലും ഈ ഒരു ലൈവിന്റെ ഇടയ്ക്ക് ചില മെമ്പേഴ്സിന്റെ വക ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ജങ്കുക്ക് മാത്രമല്ല, അതിന് മുന്നേ ഹോബി ലൈവ് വന്നിരുന്നു. ഹോബിന്റെ ലൈവ് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് ജങ്കുക്ക് ലൈവ് വന്നത്. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് 2 മെമ്പേഴ്സിന്റെ വക ലൈവ് കിട്ടി. ഇനി ജങ്കുക്കിന്റെ ലൈവില് ജങ്കുക്ക് അല്ലാതെ വേറെ 2 മെമ്പേഴ്സും വന്നു. അപ്പൊ ഇനിയും ബാക്കി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ ലൈവ് ഇന്ന് വരുമോ എന്നറിയില്ല. ജങ്കുക്ക് വന്ന് ഈ ഒരു ലൈവിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആട്ടോ ഞാൻ പറയാൻ പോണത്. അപ്പൊ ഈ ലൈവിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജങ്കുക്ക് ഇപ്പൊ സമയം എത്രയായി, കൊറിയയിൽ സമയം എത്രയായി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജങ്കുക്കിന്റെ ഈ ഒരു ലൈവിൽ ജിന്ന് കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ കമന്റ് ഇടുമ്പോ ജങ്കുക്ക് ചോദിക്കുന്നുണ്ട്, ജിൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ജിൻ എന്താ കിടന്നുറങ്ങാതെ എന്താ ചെയ്യണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് ഈ ഒരു ലൈവ് വന്നപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്ററിലാട്ടോ ലൈവ് വന്നിരുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ഇതില് അതായത് വ്യൂവേഴ്സിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്, അപ്പൊ കുറെ ഫിൽറ്റേഴ്സ് പഴയതാന്ന് പറഞ്ഞിട്ട് ഈ ഫിൽറ്റേഴ്സ് ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ മുടി മുന്നിക്ക് വരുമ്പോ മുടി വേഗം ഇട്ടിട്ട് മുന്നിക്ക് വരലേന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ പറയുന്നുണ്ട്, ഈ ഫിൽറ്റർ ഇല്ലാത്തതാണ് രസം തോന്നുന്നുണ്ട്, എന്നാലും ഇടുന്നതാണോ രസം, കൺഫ്യൂസ്ഡ് ആണ് ആള്. ഇനി ജങ്കുക്ക് ഈ ഒരു ഫിൽറ്റർ മാറ്റി നോക്കിയിട്ട് ഇങ്ങനെ ലൈവിൽ നോക്കിയായിരുന്നു പറയുന്നതിന്റെ ഇടയിൽ കൂടെ ജിന്ന് ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ട് ജങ്കുക്കിന്റെ മേലെ കിടന്നിട്ട് ജിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇന്ററാക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് ജിന്ന് ജങ്കുക്കിനെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ അടി കൊണ്ടിട്ട് ജങ്കുക്ക് എന്നെ എന്തിനാ അടിക്കണേ ചോദിക്കുന്നുണ്ട്. അതിൽ ജിന്ന് പറയുന്നുണ്ട്, നീ എന്നെ ഇന്ന് കുറെ അടിച്ചില്ല, ഇതിന് മുന്നേ കുറെ അടിച്ചില്ല. അപ്പൊ ജെക്കെ എപ്പോന്ന് ചോദിക്കുമ്പോ ജിന്നു പറയുന്നുണ്ട്, കോൺസേർട്ടിന്റെ ഇടയ്ക്ക് നീ അതൊന്നും ഓർക്കണില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് ഞാനാ ചോദിക്കുമ്പോ ജിന്നു പറയുന്നുണ്ട്, നീ ഓർക്കണില്ല, നീ ഇന്ന് എന്നോട് ഒഴിവില്ലാതെ അടിച്ചില്ലേ ചോദിക്കുമ്പോ ജെക്കെ പറയുന്നുണ്ട്, അത് ജിന്നേടനും അങ്ങനെ തന്നെ അല്ലേ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിന്നു പറയുന്നുണ്ട്, പരസ്പരം അടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോവല്ലേ വേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രണ്ടാളും കൂടി നല്ല ഒരു കേവോട്ടിക് ആയിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ജിന്ന് ഉറക്കം വരുന്നുണ്ട് അറിയണ്ടല്ലേ ജെക്കെ, എന്തായാലും നമുക്ക് ഉറങ്ങണ്ടേ, ഉറങ്ങാനായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിന്ന് ഗുഡ് നൈറ്റ് എന്ന് പറയണ്ടേ. അപ്പൊ ജെക്കെ അതിനൊത്ത് ആ ഗുഡ് നൈറ്റ്, സീ യു നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടും കൂടി ക്യാമറയ്ക്ക് മുന്നിൽ കൂർക്കം വലിച്ച് ഉറങ്ങണ പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ ജിന്ന് ജങ്കുക്കിനോട് പറയുന്നുണ്ട്, വേഗം അവരോട് ഇഷ്ടമാണ്, ലവ് യു എന്നും അതേപോലെ തന്നെ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വേഗം ലൈവ് ഓഫ് ആക്കാൻ നോക്കുന്നതാണ് ജിന്ന് പറയുന്നത്. അപ്പൊ ജങ്കുക്ക് ഐ ലവ് യു, ഐ ഫക്കിംഗ് ലവ് യു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ജിന്ന് പറയുന്നുണ്ട്, ഇതില് ഞാനില്ല കേട്ടോ, ഈ റൂമിൽ ഞാനില്ല കേട്ടോ. അപ്പൊ ജെക്കെ അതിലെന്താ തെറ്റ്, എനിക്ക് അത്രത്തോളം അവരിഷ്ടമാണെന്നല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജങ്കുക്ക് ഈ ഒരു കോൺസേർട്ട് വേഗാസത്തെ കോൺസേർട്ട് നല്ല എൻജോയ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവര് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഇതുണ്ട്. അപ്പൊ ഹാങ് ഓവർ അതില് ജിന്നു പറയുന്നുണ്ട്, നീ നല്ല കുടിച്ചിട്ടുണ്ട്. അപ്പൊ ജെക്കെയും പറയുന്നുണ്ട്, കുടിച്ചിട്ട് നമ്മളെ ഒപ്പല്ലേ കുടിച്ചത്. അതില് ജിന്നു പറയുന്നുണ്ട്, നമ്മളിന്ന് കമ്പനി ഡിന്നറിൽ വെച്ചിട്ടല്ലേ കുടിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കുടിച്ച സമയത്ത് ജിന്നു നേരത്തെ പോയ കാര്യം ജെക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിന്നു പറയുന്നുണ്ട്, എനിക്ക് ഗെയിം കളിക്കാനുള്ളത് കൊണ്ട് വന്നാണ്, ഈ ഗെയിം നിർത്തണം എന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജങ്കുക്ക് ഇപ്പൊ അടുത്ത് ജിന്ന് കളിച്ചോണ്ടിരിക്കുന്ന ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ഗെയിം ജിന്ന് മാത്രമല്ല ജങ്കുക്കും കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഗെയിമില് ഞാനൊരു ന്യൂബയാണ്, ജിന്നേട്ടൻ ഇപ്പൊ അതിൽ ഫൈനൽ ബോസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിന്ന് അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ജിന്ന് നേരെ ജെക്കന്റെ മേലെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മേലെ കടന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ രണ്ടാളും കൂടി ഇങ്ങനെ ഗെയിം കളിക്കുന്ന പ്ലാനിന്റെ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് പറയുന്നുണ്ട്, ജിന്നേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്രാവശ്യം അങ്ങനെ റൂമിൽ നിന്ന് അങ്ങനെ എനിക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ജെക്കെ പറയുന്നുണ്ട്, ആ റൂമിൽ നിന്ന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല, ജിന്നേട്ടൻ കോൺസേർട്ടിന്റെ അവിടെ വെച്ചിട്ടാണ് കളിച്ചതെന്ന് പറയുന്നുണ്ട്. ജിന്നും പറയുന്നത്, കോൺസേർട്ടിന്റെ അവിടെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഗെയിം കളിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കോൺസേർട്ടിന്റെ അവിടെ നിന്ന് ജിന്ന ആ ഒരു ഗെയിം കളിച്ച് ഇതാക്കിയതിന്റെ കാര്യം പറയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, ജിന്നേട്ടൻ അതിലൊരു എക്സ്പെർട്ട് ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നതെന്ന് പറയാം. അപ്പൊ ജിന്ന് ഏത് വഴിയിലൂടെയാണ് ഇങ്ങനെ എക്സ്പെർട്ട് ചോദിക്കുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, അതായത് ഇപ്പൊ ഈ നമ്മൾ കോൺസേർട്ട് അല്ലെങ്കിൽ ഇവന്റിന് മുമ്പ് നമ്മളെ മെയിൻ ജോബ് ആണല്ലോ, പക്ഷെ ആ ജോബിന് വരുമ്പോഴും ജിന്നേട്ടൻ അതിനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് അവിടുന്ന് ഒരു ടൈം കണ്ടെത്തി ഒരു ഗെയിം കളിക്കണ്ടല്ലോ, അപ്പൊ ജിന്നേട്ടൻ അതിൽ എക്സ്പെർട്ട് അല്ലേ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ജെക്കെ പറയുന്നുണ്ട്, ജിന്നേട്ടൻ എല്ലാത്തിലും ബെസ്റ്റ് ആണ്, ഒക്കെ അങ്ങനെ ചെയ്യും, പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട്, എനിക്കും നിന്നെ പോലെ ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടും കൂടി അവിടെ കിടന്നിട്ട് ജിന്നേട്ടൻ അങ്ങോട്ട് പൊക്കുകയാണ്. ജിന്നേട്ടൻ ഒക്കെ നേരത്തെ ചെയ്യും, ടൈമിങ്ങിനും ചെയ്യും. അപ്പൊ ആ ടൈമിംഗ് ഒക്കെ ഒപ്പിക്കുന്ന ജിന്നേട്ടൻ ഗെയിം കളിക്കാനാണ്, എന്നാലും ജിന്നേട്ടനൊക്കെ നല്ല പെർഫെക്റ്റ് ആയി ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അവര് എപ്പോഴും ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് കയറല് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, കോൺസേർട്ടിന് പോകുമ്പോഴും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കയറുമ്പോൾ ജിന്നേട്ടനാണ് ഫസ്റ്റ് കയറല്. അപ്പോൾ ജിന്നേട്ടൻ ഫസ്റ്റ് കയറിയാലും ജങ്കുക്ക് പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ കയറിയാലും ഞാൻ സീറ്റ് ബെൽറ്റ് ഇടും, പക്ഷെ ജിന്നേട്ടൻ എന്നോട് എപ്പോഴും പറയും, ജങ്കുക്ക മരിക്കണ്ടെങ്കിൽ വേഗം സീറ്റ് ബെൽറ്റ് ഇട്ടോ എന്നുള്ളത് വാണിംഗ് എനിക്ക് തരാറുണ്ട്. അതായത് എന്റെ സേഫ്റ്റീനെ ഇതിനെ കുറിച്ചൊക്കെ ജിന്നേട്ടൻ നല്ല ടെൻഷനാണ്. അപ്പൊ ഞാനത് കേൾക്കുമ്പോൾ ഏട്ടാ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജിന്നു പറയുന്നുണ്ട്, നീ എന്താടാ പറയണത്, നീ എന്റെ തൊടയിൽ അടിക്കലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ
ജങ്കുക്ക് പറയുന്നുണ്ട് അത് ഞാനൊരു ഇഷ്ടത്തോടെ ചെയ്യണതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിന്നേട്ടൻ പറയുന്നുണ്ട് നീ എന്റെ തൊടയിൽ എപ്പോഴും അടിച്ചടിച്ച് എന്താ അവിടെ ഒക്കെ ആകെ പാടായി. എന്നിട്ട് പറയുന്നുണ്ട് അതിപ്പോ എനിക്ക് കാണിച്ചു തരാനും പറ്റൂല എന്ന് പറയുമ്പോ ജങ്കുക്ക് ആ കാണിച്ചതാന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോ ജങ്കുക്ക് ജിന്നേട്ടനോട് ഒരു മിനിറ്റ് ജിന്നേട്ടൻ എത്ര വയസ്സായി ചോദിക്കുന്നത്. ജിന്നേട്ടൻ 35 എന്ന് പറയുമ്പോ ആ ഞാൻ കാണിക്കേ ഇപ്പൊ സെക്സി മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിക്കണേൽ ജിന്നേട്ടൻ അവിടെ നിന്ന് കട്ടിൽ നീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ജങ്കുക്ക് പറയുന്നുണ്ട് ഇപ്പൊ ജിന്നേട്ടൻ നന്നായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്, ബോഡി നല്ല ഇതായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജിന്നും അവിടെ കിടന്നിട്ട് ഞാൻ നല്ല വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് ജങ്കുക്ക് ജിന്നേട്ടന്റെ ബോഡീനെ കുറിച്ച് പൊക്കി പറയുന്നുണ്ട്. ജിന്നേട്ടന്റെ ആ ഒരു ലോവർ അബ്ഡമന്റെ അവിടെ ആയിട്ട് ഇങ്ങനെ നല്ല അതായത് ഈ ടോൺഡ് ആവുമെന്ന് പറയില്ലേ ബോഡി വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജിന്നേട്ടൻ പറയുന്നുണ്ട് ഞാൻ ഒരു ഷൈ പേഴ്സൺ ആണ്, എന്നെ ഇങ്ങനെ കാണിച്ചു കൊടുക്കലടാന്ന് പറയുന്നുണ്ട്. അതില് ജെക്ക് ഈ ഒരു ക്യാമറ ജിന്നേട്ടന്റെ അടുത്ത് ഈ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിന്നെ ജങ്കുക്ക് പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഉറങ്ങാനുള്ള ടൈമായി, ഞങ്ങൾ ഉറങ്ങാൻ പോവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിന്നും പറയുന്നുണ്ട് ഉറങ്ങിക്കോളാടാ, ഇങ്ങനെ കോൺസേർട്ടിന് നടന്നു എന്ന് പറഞ്ഞിട്ട് എന്താ നമുക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ജിന്ന ആ റൂമിൽ നിന്ന് പോകുന്നുണ്ട്. ആ പോണ നോക്കിൽ ജിന്നേട്ടൻ എല്ലാവരോടും ഈ ഒരു കോൺസേർട്ട് പെർഫോമൻസ് വാച്ച് ചെയ്തതിന് താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് പോകട്ടോ. അത് ഫസ്റ്റ് ടൈം പറയുമ്പോൾ ഒന്നും കൂടി പറയാൻ പറയുന്നുണ്ട് ജെക്ക്. അങ്ങനെ രണ്ടാമത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞ പോലെ ജിന്നേട്ടനെ കൊണ്ട് 90 ഡിഗ്രി ബോ ചെയ്യാൻ പറഞ്ഞിട്ട് അതും ചെയ്യിപ്പിക്കുന്നുണ്ട് ജങ്കുക്ക്. അത് കഴിഞ്ഞ് ജങ്കുക്ക് തന്നെ എല്ലാവരോടും താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് നല്ലോണം തല കുണിച്ചിട്ട് താങ്ക്സ്, നിങ്ങൾ കാരണം ഞങ്ങൾക്ക് നന്നായി ചെയ്യാനായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നും ഒരുപാട് നന്ദിയുണ്ട്, ഇതിപ്പോ എങ്ങനെ ഈ ഒരു നന്ദി നിങ്ങൾ അറിയിക്കാന്ന് അറിയില്ല എന്നൊക്കെ പറയണ്ടേ. അങ്ങനെ തന്നെ ജങ്കുക്ക് എന്താ ഇനിയിപ്പോ ജിന്നേട്ടൻ പോയില്ല ഞാൻ ഫിൽറ്റർ മാറ്റിട്ടെന്ന് പറഞ്ഞിട്ട് വേറൊരു ഫിൽറ്റർ ഇടുന്നുണ്ട്. അതിൽ പിന്നെ മുടി ഇങ്ങനെ വല്ലാതെ മുന്നിക്ക് വരുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് ഞാൻ എന്റെ മുടി വളർത്തുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഞാനും എന്റെ മുടി വളർത്തുന്നുണ്ട്, ഈ മുടി വളർത്തുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയാന്ന് ചോദിക്കുന്നുണ്ട്. അത് പറയുന്നതിന്റെ ഇടയിൽ കൂടെ ബാക്കിൽ ആരോ വരുന്നുണ്ട്. ജങ്കുക്ക് പറയുന്നുണ്ട് ജിന്നേട്ടൻ പിന്നെയും വന്നു തിരിഞ്ഞു നോക്കുമ്പോ ആ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്യാമറ മറച്ചു വെച്ചിട്ട് എല്ലാവരോടും ബൈ ബൈ എന്ന് പറയുന്നുണ്ട്. പിന്നെ ജങ്കുക്ക് ആ ഒരു ഇൻസ്റ്റാ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നല്ലോ ഒരു വീഡിയോഗ്രാഫർ ആണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഒരു കാര്യം പറയുന്നുണ്ട് അതിനിപ്പോ വീഡിയോഗ്രാഫറാ വേണ്ടത് എന്താ പറയാന്നുള്ളത് എനിക്കറിയില്ല, എന്തായാലും ബൈ ബൈ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഐ മിസ് യു എന്നൊക്കെ ആർമീസിനോട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ആർമി എന്നെ തെരഞ്ഞെടുക്കാൻ പറയണ്ട, അതായത് ആ ഒരു വീഡിയോഗ്രാഫർ ആയിട്ടുള്ള അതിലേക്ക്. അപ്പൊ ജങ്കു പറയുന്നുണ്ട് എന്നാ നീ നന്നായി ചെയ്യണം എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഞാനിപ്പോ അങ്ങനെ വിവേഴ്സ് ലൈവ് കുറെ അല്ല വന്നിട്ട്, അന്ന് ഞാൻ കൊറിയന്ന് വന്ന അതാണ് പിന്നെ വന്നിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് നേരത്തെ ആ ബാക്കിൽ നിന്ന ആള് ജങ്കുക്കിനോട് ചോദിക്കേണ്ട ഈ ഒരു സമയത്ത് നീ എന്താ ചെയ്യണമെന്ന് ചോദിക്കേണ്ട. അപ്പൊ ജങ്കുക്ക് ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം തേ ആണെന്നുള്ള കാര്യം. തേ ഫ്രണ്ടിക്ക് വരുന്നുണ്ട്. അപ്പൊ തേ ചോദിക്കണ്ടോ ലൈവ് പോവാണോ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ആ ലൈവ് പോവാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തേ പറയുന്നുണ്ട് വാ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. അപ്പൊ ജങ്കുക്ക് പറയുന്നുണ്ട് പോവാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് തേ അപ്പൊ അവര് ഈ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ പോകാൻ വേണ്ടിട്ട് പ്ലാൻ ഇട്ടതായിരുന്നു. ഇനി അവര് മാത്രമാണ് ബാക്കി മെമ്പേഴ്സ് ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ആ ഒരു പ്ലാൻ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് പോവാന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ജങ്കുക്ക് പറയുന്നുണ്ട് ഏട്ടപ്പ് എന്തിനാ വന്ന ഏട്ട കാരണം നമ്മളത് പൊളിഞ്ഞില്ലേ, സീക്രട്ട് പൊളിഞ്ഞില്ലേ, ചിലപ്പോൾ മേ ബി വീഡിയോ ഇടാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അപ്പൊ അത് പൊളിഞ്ഞില്ലേ എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ വി പറയുന്നുണ്ട് എന്നാ പോവാ പറഞ്ഞിട്ട് അങ്ങനെ ആർമീസിനോടൊക്കെ ജങ്കുക്കും വി ബായ് പറഞ്ഞിട്ടാണ് ഈ ഒരു ലൈവ് എൻഡ് ചെയ്തിട്ട് പോണത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ജങ്കുവിന്റെ ലൈവിലുണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ അടുത്ത് തന്നെ ആ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോയ വീഡിയോ കിട്ടുമെന്ന് വിചാരിക്കാം. ഇനി നെക്സ്റ്റ് ലൈവിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ആർമി.